ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് എതിരെ പ്രതിഷേധവുമായി കാസർഗോഡ് പുല്ലൂർ നിവാസികൾ. ഇവരുടെ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രാസമാലിന്യങ്ങൾ ഒരു ഗ്രാമത്തെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ മീങ്ങോത്ത് തോട് ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലും വലിയ തോതിൽ രാസവസ്തു സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ദേശീയപാതയിലെ വ്യാപക നിർമ്മാണ അപാകതകൾക്ക് തൊട്ടു പിന്നാലെ മേഘ കൺസ്ട്രക്ഷൻസിന്റെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിനെതിരെയും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ചേട്ടാ, ശരിക്കും എന്താണ് ഈ നാട് അനുഭവിക്കുന്ന പ്രശ്നം? നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പേ ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങുകയും അത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അന്നേരം അവർ പറഞ്ഞത് നിങ്ങൾക്ക് നാട്ടുകാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല, നമ്മളെല്ലാവിധ സംവിധാനങ്ങളും ചെയ്തതിന് മാത്രമേ ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ ഒരു വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജൈവമാലിന്യങ്ങളും കാര്യങ്ങളും മുഴുവൻ, ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന താമസക്കാരനാണ്, എൻ്റെ റബ്ബറിലേക്കും മൊത്തം ഈ സിമെൻറ്റ് വെള്ളം ഇതൊക്കെ ഒഴുകി വന്നിട്ട് 2-3 റബ്ബർ നശിക്കുകയും ചെയ്തു. താമസിക്കുന്ന സ്ഥലത്ത് കുടിവെള്ളത്തിലേക്ക് പോലും ഈ വിഷം കലരാണല്ലേ? ഇത് ഈ സ്വാഭാവികമായിട്ടും ഈ ജൈവമാലിന്യം ഇത് കുടിവെള്ളത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്കും ഇത് ഈ പുല്ല് ഭക്ഷ്യയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് വരുന്നത്. കെമിക്കൽ വന്ന് അത് മിക്സായിട്ട് അതിൻ്റെ ആ ഒരു ഘടന ജൈവ ഇനത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. രാസപദാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വെള്ള പരിശോധന ഞാൻ പരിശോധിക്കുകയുണ്ടായി. അതിൽ വ്യാപകമായ കീടനാശിനിയും അത് അടങ്ങിയിരിക്കുന്ന വസ്തുത മനസ്സിലാക്കാൻ പറ്റിയത്. തീർച്ചയായും നമ്മുടെ കൃഷിയിടങ്ങളും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും അത് കിണറുകളിലേക്കും വ്യാപിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സിമെൻറ്റ് വെള്ളം പോകുന്നുണ്ടായിന്. പിന്നെ ഇത് ഓയില്, ആ സിമെൻറ്റ് വെള്ളം കഴിഞ്ഞ ശേഷം ഓയിലാന്ന് മുകളിലുണ്ടായിന്. ഓയിൽ ഇങ്ങനെ പറ്റി കണക്ക് കണ്ടിന്. ഈ ഒരു തരത്തിൽ നിരവധിയായ രാസവസ്തുക്കൾ മനുഷ്യ ജീവിതത്തിന് പോലും വലിയ ദോഷകരമായി ബാധിക്കുന്ന രാസവസ്തുക്കളാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റുകളിൽ നിന്നും ജനവാസ മേഖലകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് പുല്ലൂരിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.